കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് റോഡ് സൈഡിൽ കാണുന്ന ചില ബിൽ ബോർഡുകളുണ്ട്. അത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വലിയ പടവും വെച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന ഒരു പരസ്യമാണ്. അതിൽ ഓരോ സ്ഥലത്തും ഓരോരോ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളാണ് ഭൂമി നൽകുന്നത്, വേറെ ആർക്കും നൽകാൻ പറ്റില്ല. ഞങ്ങളാണ് റേഷനരി നൽകുന്നത്, ഞങ്ങളാണ് വീട് വെച്ച് നൽകുന്നത്, ഞങ്ങളാണ് എല്ലാം നൽകുന്നത് എന്നുള്ള ഒരു പരസ്യമാണ്. അത് റോഡിൻ്റെ സൈഡിൽ വലിയതായിട്ട് ആർക്കും അത് മിസ്സാകാൻ പറ്റില്ല. റോഡിൽ പോകുന്ന എല്ലാവർക്കും ബസ്സിൽ പോയാലും കാറിൽ പോയാലും ബൈക്കിൽ പോയാലും ഒക്കെ അത് കാണേണ്ടി വരും. എല്ലായിടത്തും ഉണ്ട്. അതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് അല്ല 2 ആഴ്ച മുമ്പ് KSRTC ബസ്സുകളുടെ പുറകിലും സർക്കാർ പണം ഉപയോഗിച്ച് ഇതേപോലത്തെ പരസ്യങ്ങൾ ശ്രീ പിണറായി വിജയൻ്റെ പടവും വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഒരു നേട്ടങ്ങളായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ നേട്ടങ്ങളായിട്ട് കാണുന്നത് ഭൂമി നൽകി, വീട് വെച്ച് നൽകി, റേഷൻ നൽകി എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഈ പരസ്യങ്ങളുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്ദേഹം ശ്രീ പിണറായി വിജയൻ്റെ പാർട്ടി LDF ലക്ഷ്യം വെക്കുന്നത് ഈ ബോട്ടം ഓഫ് ദ പിരമിഡ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയാണ്. ഈ ബോട്ടം ഓഫ് ദ പിരമിഡ്, ഒരു പിരമിഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ നമ്പർ ഉള്ളത്. അപ്പോൾ ഈ ബോട്ടം ഓഫ് ദ പിരമിഡ് എന്ന ഒരു ആശയം ആദ്യമായിട്ട് ലോകത്ത് കൊണ്ടുവന്നത് CK പ്രഹ്ലാദ് എന്ന് പറയുന്ന കോയമ്പത്തൂർ ജനിച്ച ഒരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഈ CK പ്രഹ്ലാദ് കോയമ്പത്തൂർ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ CKയുടെ ഫുൾ ഫോം തന്നെ കോയമ്പത്തൂർ കൃഷ്ണറാവു പ്രഹ്ലാദ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ ജനിച്ച സ്ഥലത്തിൻ്റെ പേര് ഇപ്പം പലരും ഇങ്ങനെ അവരുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന പിണറായി എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അടൂർ പ്രകാശ് അടൂർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ കോയമ്പത്തൂർ കൃഷ്ണറാവു പ്രഹ്ലാദ്, CK പ്രഹ്ലാദ്. അദ്ദേഹത്തിൻ്റെ പഠിത്തം ചെന്നൈ കഴിഞ്ഞ ശേഷം ആദ്യത്തെ ബാച്ചായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദിൽ MBA എടുത്തു. MBAയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബാച്ച് MBAക്ക് തുടങ്ങിയ IIM അഹമ്മദാബാദിൽ 1964 അദ്ദേഹം ജോയിൻ ചെയ്ത് MBA എടുത്തു. MBA എടുത്ത ശേഷം അദ്ദേഹം ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ PhD ചെയ്യാൻ പോയി. ഹാർവാർഡിൽ നിന്ന് PhD എടുത്തു. അതിനുശേഷം തിരിച്ചു വന്ന് ഈ പറഞ്ഞ IIM അഹമ്മദാബാദിൽ തന്നെ പ്രൊഫസറായി ഇന്ത്യയിൽ, ഗുജറാത്തിൽ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് വീണ്ടും റോസ് സ്കൂളിലേക്ക് പ്രൊഫസറായിട്ട് അമേരിക്കയിലേക്ക് തന്നെ പോയി. സാന്റിയാഗോയിൽ, കാലിഫോർണിയ വെച്ച് അദ്ദേഹം പിന്നീട് മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം എഴുതിയ ഒരു ആർട്ടിക്കിളാണ്, ആദ്യത്തെ ഒരു ആർട്ടിക്കിളാണ് ദ ഫോർച്യൂൺ അറ്റ് ദി ബോട്ടം ഓഫ് ദി പിരമിഡ്. അപ്പോൾ അത് പിന്നീട് 2004 മറ്റോ ആണെന്ന് തോന്നുന്നു, അതൊരു ബുക്കായിട്ടും ഇതേ ടൈറ്റിൽ ദ ഫോർച്യൂൺ അറ്റ് ദി ബോട്ടം ഓഫ് ദി പിരമിഡ് ബുക്കായിട്ടും പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കേരളത്തിൽ ഈ കാണുന്ന പരസ്യങ്ങളെല്ലാം തന്നെ ഈ ബോട്ടം ഓഫ് ദ പിരമിഡിൽ ഉള്ള ആൾക്കാർ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, കൊടുത്തു എന്നൊക്കെ പറയുന്ന പരസ്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ ബോട്ടം ഓഫ് ദ പിരമിഡ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് വളരെ സ്ട്രാറ്റജിക്കായിട്ട് തന്ത്രപൂർവ്വമുള്ള ഈ പരസ്യത്തിൻ്റെ ഒരു പ്രസക്തിയും അതിൻ്റെ ഒരു ആഴവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. CK പ്രഹ്ലാദ് ഈ ഫോർച്യൂൺ അറ്റ് ദി ബോട്ടം ഓഫ് ദ പിരമിഡ് കൊണ്ടുവന്നത് ഒരു ഇൻക്ലൂസീവ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു തിയറിയുടെ ബേസിസിലാണ്. അതായത് ഏറ്റവും അധികം കസ്റ്റമേഴ്സ് ഉള്ളത്, ഉപഭോക്താക്കളുള്ളത് ഈ പിരമിഡിൻ്റെ ഏറ്റവും താഴെയാണ്. അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. അവർ ദരിദ്രരാണ്. അപ്പോൾ പക്ഷേ ദരിദ്രരാണെങ്കിലും അവർക്കും സാധനങ്ങളൊക്കെ വേണമല്ലോ, അവർക്കും ചില സേവനങ്ങളൊക്കെ വേണം. അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങളും സേവനങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മാസ് മാർക്കറ്റാണ്. അപ്പോൾ അവിടെയും ഫോർച്യൂൺ, അതിന് മുമ്പുള്ള ബിസിനസ്സുകാരൊക്കെ കൂടുതലും പണമുള്ള ആൾക്കാർക്കുള്ള ആവശ്യമുള്ള പ്രോഡക്ട്സും സർവീസസും ഒക്കെയാണ് നൽകിയിരുന്നത്. അതായത് പിരമിഡിൻ്റെ കുറച്ച് മുകളിലേക്കുള്ള ബിസിനസ്സുകാരോ അല്ലെങ്കിൽ ജോലിയുള്ളവരോ, അപ്പോൾ അവർക്കൊക്കെ പണം കിട്ടുമല്ലോ. അപ്പോൾ ദരിദ്രരായ ആൾക്കാർക്കും ആവശ്യങ്ങളുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഈ CK പ്രഹ്ലാദിൻ്റെ ആ ഒരു തിയറി അനുസരിച്ച് താഴെയുള്ള അതൊരു വലിയ മാർക്കറ്റാണ്. അതിനുവേണ്ട പ്രോഡക്റ്റ്സ് ഉണ്ടാവണം, അതിനുവേണ്ട സർവീസ് ഉണ്ടാവണം, അതിനുവേണ്ട ചിന്ത ഉണ്ടാവണം, സ്ട്രാറ്റജി ഉണ്ടാവണം എന്നുള്ളത്. നമ്മുടെ ബിൽ ഗേറ്റ്സ് ഒക്കെ അതിൻ്റെ ഒരു വ്യക്താവാണ്. അദ്ദേഹത്തിൻ്റെ കുറേ ഈ വാക്സിൻ പരിപാടികളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാസ് മാർക്കറ്റിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ പോയിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ ഗ്രാമീൺ ബാങ്ക് പോലെയുള്ള അല്ലെങ്കിൽ ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഗ്രാസ് റൂട്ട്സ് ലെവലിലേക്ക് പോയ സർവീസസ്, അല്ലെങ്കിൽ അതുപോലെ ചില പ്രോഡക്റ്റ്സൊക്കെ നമ്മുടെ തമിഴ്നാട്ടിലും ഇന്ത്യയിൽ തന്നെ പല പ്രോഡക്ട്സും ഇങ്ങനെ യുഗാദി എന്ന് പറയുന്ന കാറ്റഗറിയിലൊക്കെ ഇന്നോവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ലെവലിലുള്ള ബോട്ടം ഓഫ് ദ പിരമിഡിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഈ മന്ത്രിസഭ, പിണറായി വിജയൻ്റെ മന്ത്രിസഭ
ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്പറുള്ള ആൾക്കാരെയാണ്. പ്രചരണവും ഏറ്റവും ഉള്ള നമ്പറുള്ള ആ ഒരു വിഭാഗത്തെയാണ്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും അധികം വോട്ടുള്ളത്. അപ്പോൾ മറ്റു പാർട്ടികൾ ബാക്കി ഉള്ള കാറ്റഗറിയൊക്കെ ലക്ഷ്യം വെച്ച് വികസനം എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ആ ഒരു കാറ്റഗറിയെ ലക്ഷ്യം വെക്കുന്നവരെ തീർച്ചയായിട്ടും വിജയിക്കത്തുള്ളൂ. കാരണം അവിടെയാണല്ലോ ഏറ്റവും അധികം വോട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു തന്ത്രം നമ്മൾ കേരളത്തിൽ കാണുമ്പോഴും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതേ ബോട്ടം ഓഫ് ദ പിരമിഡിനെ ആ ഒരു ഇൻക്ലൂസീവ് ക്യാപിറ്റലിസം ഇവിടെ നടപ്പാക്കി 10 വർഷം മതിയല്ലോ എന്ത് കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നടപ്പാക്കിയപ്പോഴും നമ്മൾ അടുത്ത ദിവസം എറണാകുളത്ത് ഒരു വാർത്ത കേട്ടു. 5 ആളുകൾ ഒരു വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെ ഒരു പടമൊക്കെ ചിലർ കണ്ടിട്ടുണ്ടാവും. 2 കുട്ടികൾ അവർ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് അവർ മരിച്ചു കിടക്കുന്നത്. വേറൊരു കുട്ടിയും അതുപോലെ പുത്തൻ ഉടുപ്പിട്ടിട്ട് ഒരു 3 കുട്ടികളെ ജ്യൂസിലോ മറ്റോ വിഷം കൊടുത്ത് കൊന്ന ശേഷം അമ്മയും വല്യമ്മയും ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. കാരണം അവർക്ക് വീടില്ല, ചികിത്സിക്കാനുള്ള പണമില്ല, അതുപോലെ അവർക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഈ പ്രശ്നങ്ങൾ കാരണം വളരെ തീർത്തും നിസ്സഹായരായ ആൾക്കാരാണ് എന്ന് 5 പേർക്ക് തോന്നിയത് കൊണ്ട് അവർ എറണാകുളത്ത് ഈ പരസ്യങ്ങളൊക്കെ ബോട്ടം ഓഫ് ദ പിരമിഡിന് വേണ്ടിയുള്ള പരസ്യങ്ങൾ കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ തന്നെ ഈ ബോട്ടം ഓഫ് ദ പിരമിഡ് കഴിഞ്ഞ് 10 വർഷം പിണറായി വിജയൻ ഭരിച്ചിട്ടും ഇപ്പോഴും നിസ്സഹായരാണ്, അവർക്ക് ഗതിയില്ല, അവർക്ക് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം വരെ നശിച്ചു, ഒരു പ്രതീക്ഷയുമില്ല എന്നുള്ളതാണ് എറണാകുളത്ത് കഴിഞ്ഞ ദിവസം 5 പേര് മരിച്ച് കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ പരസ്യങ്ങളിലൊക്കെ എന്ത് വാസ്തവമാണുള്ളത്, എത്ര പൊള്ളയായ പരസ്യമാണ് ഇന്ന് റോഡ് നീളെ നമ്മൾ LDFന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാണുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്.